പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ ഒരു കെമിക്കൽ ബിഹേവിയർ നമ്മുടെ ഹ്യൂമൻ ലൈഫിലും അപ്ലൈ ചെയ്താൽ നമുക്ക് കൂടുതൽ സമാധാനവും സന്തോഷമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക എന്നതാണ് അവരുടെ ഒരു സ്വഭാവം. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങുന്ന ഈ ഒന്നാം ഗ്രൂപ്പിലെ ആൽക്കലി മെറ്റൽസിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോൺ മാത്രമാണുള്ളത്. മൂലകങ്ങൾക്ക് അവയുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ല് ഫില്ലാകുന്ന സമയത്താണ് കൂടുതൽ സ്ഥിരത അനുഭവപ്പെടുക എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മൂലകങ്ങൾ എപ്പോഴും ഈ ഒരു ഇലക്ട്രോണിനെ മറ്റ് മൂലകങ്ങൾക്ക് കൈമാറാനുള്ള ടെൻഡൻസിയാണ് കാണിച്ചുകൊണ്ടിരിക്കുക. കെമിസ്ട്രിയിൽ ഇതിനെ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഈ ഇലക്ട്രോ പോസിറ്റിവിറ്റി കാരണമായിട്ട് ആൽക്കലി മെറ്റൽസ് കെമിക്കൽ റിയാക്ഷനുകളിൽ മറ്റു മൂലകങ്ങളിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നത് വളരെ കുറവാണ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു രൂപത്തിലേക്കാണ് മാറേണ്ടത്. അഥവാ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു സ്വഭാവത്തെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ഇത്തരത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിനെയാണ് ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ് എന്ന് പറയുന്നുണ്ട്. അഥവാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നെ ചെയ്തു നൽകും എന്നതാണ് അതിൻ്റെ സാരം. അപ്പോൾ പിന്നെ മറ്റുള്ളവരിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ.